അർത്ഥം മരതകം എന്നാണ്. മരതകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ രത്നക്കല്ലുകൾ, അമൂല്യമായ രത്നക്കല്ലുകളിൽ പെടുന്ന ഒന്നാണ് മരതകം, മാണിക്യം, പവിഴം, വൈഡൂര്യം, അങ്ങനെ ഒരുപാട് വളരെ പ്രശസ്തമായ രത്നങ്ങളുണ്ട്. അതിൽപ്പെടുന്ന ഒന്നാണ് മരതകം, എമറാൾഡ്. അപ്പോൾ ഈ എമറാൾഡ് എന്ന പേര് തീർച്ചയായിട്ടും അന്വർത്ഥമാക്കുന്ന, അത് പിന്നെ അതിനോട് നീതി പുലർത്തുന്ന പരിപാടികളും ചടങ്ങുകളൊക്കെയാണ് നമ്മുടെ ഈ ക്ലബ്ബുകളെ സംഘടിപ്പിക്കുന്നത് എന്നുള്ളതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. SSLCക്കൊക്കെ പഴയ കാലത്ത് ആളുകൾ പാസ്സാകുന്നതൊക്കെ വളരെ കുറവായിരുന്നു. ഒരു 90കളിൽ 80കളിലൊക്കെ 25-30% പേര് മാത്രമേ SSLC ഒക്കെ പാസ്സാകാറുണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഒരു 99% പേരും SSLC പാസ്സാകുന്നുണ്ട്. അതിൽ തന്നെ മികച്ച വിജയം നേടുന്നവര് ഒരുപാടുണ്ട്. അവരെയൊക്കെ ചേർത്ത് പിടിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും മുന്നോട്ട് പോകാനുള്ള വഴി തെളിയിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന വലിയ ദൗത്യം നാട്ടിലെ പല സന്നദ്ധ സംഘടനകളും നിർവഹിക്കുന്നുണ്ട്. എമറാൾഡും അതിൻ്റെ ഭാഗമായിരിക്കുകയാണ്. അപ്പോൾ കുട്ടികളുടെ കലാപരിപാടിയും രക്ഷിതാക്കളുടെ സാന്നിധ്യവും ഭക്ഷണം അതൊരു പോരായ്മയാണ്. ഒരു ഭക്ഷണം കൂടി വേണ്ടിയിരുന്നു എന്നൊരു അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഏതായാലും ഇവിടെ ഇത്തരത്തിലുള്ള ഒരു കുട്ടികൾക്കുള്ള പ്രോത്സാഹനമായി മുന്നോട്ട് വന്നതിൻ്റെ സംഘാടകർക്ക് എൻ്റെ എല്ലാ വിജയാശംസകളും ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ SSLCക്ക് മാർക്ക് കുറഞ്ഞ ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപക്ഷെ നിങ്ങൾക്ക് +1-ന് നിങ്ങൾ ഉദ്ദേശിച്ച മാതിരിയുള്ള പ്രവേശനമൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടും. പക്ഷേ അങ്ങനെ ബുദ്ധിമുട്ടി എവിടെയെങ്കിലുമൊക്കെ പ്രവേശനം കിട്ടും, അല്ലെങ്കിൽ സ്വകാര്യമായിട്ടും +1 എഴുതിയെടുക്കാം. അതിനൊന്നും തടസ്സമില്ല. അങ്ങനെ +1-ഉം +2 ഒക്കെ വലിയ മാർക്കോടുകൂടി പാസ്സായാൽ പിന്നെ ഡിഗ്രിക്ക് പ്രവേശനം കിട്ടുന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഉണ്ടാവില്ല. അപ്പം SSLCക്ക് മാർക്ക് കുറഞ്ഞ ആളുകൾ അതൊരു വാശിയായിട്ട്, ഒരു പ്രതികാര ബുദ്ധിയോടുകൂടി നിങ്ങളുടെ +2-നെ സമീപിക്കണം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ വലിയ മിടുക്കന്മാരും മിടുക്കുകളും ഒക്കെ ആയിട്ട് നിങ്ങളൊക്കെ മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. കാരണം ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മതിയായ യോഗ്യതയില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ ഒരു ചുവട് പോലും വെക്കാൻ സാധിക്കാത്തൊരു കാലഘട്ടമാണ്. ഒരുപക്ഷെ 10-15 കൊല്ലം മുമ്പ് ഉള്ള കാലമല്ല ഇന്നത്തെ കാലം. അതുകൊണ്ട് എല്ലാവരും അക്കാര്യത്തിൽ ശ്രദ്ധിക്കണം. അങ്ങനെ എല്ലാവരും മികവിൻ്റെ ഒരു ആൾരൂപങ്ങളായിട്ട് മാറാൻ ശ്രമിക്കണം. നിങ്ങൾക്കുള്ള വ്യത്യസ്തങ്ങളായ കഴിവുകൾ ഓരോരുത്തർക്കും ഉണ്ട്. അതൊക്കെ സ്വയം തിരിച്ചറിഞ്ഞും നിങ്ങളുടെ അധ്യാപകരെ ചൂണ്ടിക്കാണിക്കുന്ന വഴിയിലുമൊക്കെ സഞ്ചരിച്ച് നാളത്തെ നാടിൻ്റെ വലിയ വാഗ്ദാനങ്ങളായിട്ട് മാറാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഈ അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട്, എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.